ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് യു എയിലെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആ, ഇപ്പം വോറൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും യു എയിലെ ജോലിക്ക് സാധ്യതയുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്ത് അസസ് എന്നാ പറയാനുള്ളത്? യു എയിൽ ഒരിക്കലും സാധ്യതകൾ തീരുന്നില്ല. കാരണം യു എയുടെ എക്കോണമി എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും അതിൻ്റെ ഗ്രോത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ഞങ്ങൾ പല കമ്പനീസ് രജിസ്റ്റർ ചെയ്യുന്നു, പല ആൾക്കാർ ഇവിടെ വരുന്നു, ഞങ്ങൾ പല പേറോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു ഡെയിലി റുട്ടീനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു തരത്തിലും നമുക്ക് അഫക്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ അഫക്റ്റഡ് ആയിരുന്നത് ആ ഫെബ്രുവരി മാർച്ച് സമയത്ത്, എസ്പെഷ്യലി ഫ്ലൈറ്റ്സൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നപ്പോൾ മാത്രമാണ് പല കമ്പനീസും അവർക്ക് റിക്രൂട്ട്മെൻറ്റ് കുറച്ച് ദിവസത്തേക്ക് ഒരു നിർത്തിവെച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ്സ് എല്ലാം തുടങ്ങി, പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ ചില കമ്പനീസ് അതിൻ്റേതായ അവരുടെ കുറേ ഈ പ്രശ്നത്തിൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്ക് ടെർമിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അല്ലാതെ ഇവിടെ ജോലി സാധ്യതകൾ ഒട്ടും കുറവില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളെ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് 1.4 മില്യൺ കമ്പനീസാണ് യു എയിലുള്ളത്. അപ്പം യു എയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2 മില്യൺ കമ്പനീസാണ് ബൈ 2030. അവരുടെ വിഷൻ അതാണ്. കാരണം അത്രയും വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സാണ് യു എയിലുള്ളത്. അപ്പം ഈ 2030 2 മില്യൺ കമ്പനീസ് എന്ന് പറയുന്നത്, പക്ഷേ ഇപ്പം തന്നെ അവർ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രോത്ത് കണ്ടുകൊണ്ട്, അതായത് 2026 തന്നെ ഇത് കംപ്ലീറ്റഡ് ആവും, അവരുടെ ടാർഗറ്റ് അച്ചീവ് ആവും. കാരണം ഈ ജനുവരി 26 അതിന് തൊട്ട് മുന്നേ ഓൾമോസ്റ്റ് അറൗണ്ട് 250,000 കമ്പനീസാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. അപ്പം ദാറ്റ് മീൻസ് ഈ 1.4 മില്യൺ ടു 2 മില്യൺ ആകാനായിട്ട് ഇനിയൊരു 2028 കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആവും. സോ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്, വന്നുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസം ഞങ്ങൾ കാണുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാർ വരുന്നു, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. ഇവിടെ ജോലി സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. പലരും പറയും ഇവിടെ വരുമ്പം പലരുടെ റെഫറൻസിൽ, പക്ഷേ എന്നതാണെന്ന് പറഞ്ഞാലും ജോലി ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ റെഫറൻസ് വഴി കിട്ടുന്നതും അല്ലാതെ കിട്ടുന്നതും പുതിയ ആൾക്കാർ വരുന്നു അവർക്ക് കിട്ടുന്നതും എല്ലാവർക്കും ജോലി സാധ്യതകളുണ്ട്. ഒരിക്കലും അത് നിന്നു പോകുന്നില്ല ഇവിടെ. ഓക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, പൊതുവെ എല്ലാവരും പറയത്തില്ലേ, ഇപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഗൾഫിൽ വർഷങ്ങളായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, ജോലിക്ക് വലിയ ചാൻസ് ഒന്നും ഇല്ല. കാരണം ഓൾറെഡി ഇപ്പം ഏതെങ്കിലും ഒരു കോഴ്സ് ഒരു കാലത്ത് IT പഠിച്ചവർ അവരിപ്പം ഈ മാർക്കറ്റിൽ സാച്ചുറേറ്റഡായി, അല്ലെങ്കിൽ സെയിൽസ് ആണെങ്കിൽ അത് കൂടുതലാണ്. ഏത് ഫീൽഡ് എടുത്താലും അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ പഠിച്ചവർ വന്ന് ഓരോ ദിവസവും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേന് അങ്ങനെ നോക്കിയാലും ഇപ്പം ചാൻസ് ഉണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ മിനിങ്ങാന്നൊരു ഒരു ക്ലയൻറ്റിനെ കണ്ടപ്പോൾ ആൾ പറയുകയായിരുന്നു, ആളെ ശരിക്കും പറഞ്ഞാൽ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആളാണ്. അപ്പം ശരിക്കൊരു നമ്മുടെ നമ്മുടെ നാട്ടിലൊരു ഗ്രാമത്തിലെന്ന് പറയാം, അവിടുത്തെ ഒരു സാധാരണ ഒരു എൻജിനീയറിങ് കോളേജ് പഠിച്ചു. പക്ഷേ അവന് മനസ്സിലായെന്ന് വെച്ചാൽ അവൻ IT എൻജിനീയറിങ്ങിലായിരുന്നു. ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അതിന് വലിയ സ്കോപ്പൊന്നും ഇല്ല. നോർമൽ, അതായത് ഈ അവരുടെ സിലബസ് തന്നെ പഴയ സിലബസാണ്. അപ്പോൾ അവന് മനസ്സിലായി ഒരു 3 വർഷം ഇപ്പം ഈ ഒരു എൻജിനീയറിംഗ് ഡിഗ്രി കൊണ്ടൊന്നും ആകുന്നില്ല. അപ്പോൾ അവൻ സൈഡ് ബൈ സൈഡ് അവനെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോബോട്ടിക്സിലോട്ട് മാറി AI പഠിക്കാൻ തുടങ്ങി. അവരുടെ കോളേജിൽ ഇല്ലെങ്കിൽ കൂടി അവൻ പുറത്തു പോയിട്ട് അത് മാസ്റ്റർ ചെയ്തു. പക്ഷെ അതിൻ്റെ വെളിച്ചത്തിൽ അവന് പഠിച്ചു കഴിഞ്ഞ ഉടനെ അവന് ജോലി കിട്ടി. ഇപ്പോൾ ജോലി കിട്ടി, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നല്ല കമ്പനി, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നാട്ടിൽ നല്ലൊരു IT കമ്പനി കിട്ടി. അവിടുന്ന് നേരെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് കമ്പനിയിലോട്ടാണ് ഇപ്പോൾ ആളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഇത് കിട്ടിയത്? ഞാൻ പറഞ്ഞ് ജസ്റ്റ് അവൻ ലിങ്ക്ഡിനിലോ എവിടെയോ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ, കോൾ അവന് വരിക. അല്ലാതെ അവൻ അപ്ലൈ ചെയ്ത ഈ കമ്പനിക്ക് വേണ്ടി അപ്ലൈ ചെയ്തൊന്നുമല്ല, അവന് കോൾ വന്നു, അവനിവിടെ വന്നു. ദാറ്റ് മീൻസ് ഇതൊന്നും അസാധ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുന്നതും ഏറ്റവും അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഞാനീ പറഞ്ഞ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, IT എഞ്ചിനീയറിംഗ് ഞാനും പറഞ്ഞ IT എഞ്ചിനീയർ കഴിഞ്ഞ പാസ്സായി കഴിഞ്ഞാൽ എല്ലാം ആകത്തില്ല. സോ അപ്ഡേറ്റ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ഏത് ഫീൽഡിലായാലും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. അല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞ് ആ ഒരു ഡിഗ്രി കൊണ്ട് ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, UAE എന്ന് പറയുന്നത് ഒരു വേൾഡ് മാർക്കറ്റാണ്. ആ വേൾഡ് മാർക്കറ്റിൽ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അല്ല ചുമ്മാ വന്നു കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും കോമ്പീറ്റൻ്റ് ആയിരിക്കും.
കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ജോലി കിട്ടാതെ ഇവിടെ പോകുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പലരും വരുന്നുണ്ട്, പലരും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ IT തന്നെ ആൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ IT ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ കിട്ടും ജോലി. സാധാരണ ഒരു ജോലിയിൽ അപ്പോൾ IT-യിലുള്ള ഏതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ട് വരുന്നതാണെങ്കിൽ IT എളുപ്പമായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ ഏതാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് അതെ. അത് ഇപ്പം മനസ്സിലാക്കിക്കൊണ്ട്. ഇപ്പോഴത്തെ കാലത്തെല്ലാം നെറ്റിലുണ്ടല്ലോ. നെറ്റിൽ ഇവരുടെ കമ്പനി, ഇപ്പോൾ പല കമ്പനീസിൽ ഇവിടുത്തെ കമ്പനീസ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ റിക്വയർമെൻറ്റ് അതിനകത്ത് കാണും. ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പോഴും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏത് ഫീൽഡാണോ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക. പണ്ട് ഞങ്ങളുടെ ഒരു സാർ പറയാറുണ്ട്, നിങ്ങളൊരു പോലീസാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പോലീസായിരിക്കും, കള്ളനാണെങ്കിൽ ഏറ്റവും നല്ല കള്ളനായിരിക്കും. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല നമ്മൾ എന്നാ പഠിച്ചെന്നുള്ളതല്ല, ആ പഠിച്ചതിനകത്ത് ഏറ്റവും ടോപ്പ് ആയിരിക്കാനായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ ഒരു എൻജിനീയറിങ് കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ അത് നമ്മൾ ഇവിടെ ഏതാണ് റെലവെൻ്റ് ആയിട്ടുള്ള കോഴ്സ് അത് നാട്ടിൽ അതും കൂടെ എക്സ്ട്രാ പഠിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരിക, അതാണ് ഏറ്റവും നല്ലത്. ആ സ്പെസിഫിക് ഫീൽഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ. പലരും എല്ലാവരും പ്രൊഫഷണൽസ് അല്ല, എല്ലാവരും സ്കിൽഡ് അല്ലായിരിക്കും. ചിലർ ഒരു MBA സെയിൽസ് എടുത്തിട്ട് എവിടെയെങ്കിലും കയറിയാൽ മതി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അവർക്കും നോർമൽ ഒരു കമ്പനി ജോലി കിട്ടും. അപ്പം പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്ന കണ്ടതും കാണുന്നതും നമ്മളെപ്പോഴും കാണുന്ന പോലെ, ചിലരാണെങ്കിൽ ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ ആജീവനാന്തം ആ കമ്പനി നിന്ന് പോകും. ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയ പോലെ ഒരു 9 to 5 വളരെ സേഫാണ്, നോർമൽ സാലറി, പ്രൊമോഷൻ ഒന്നും കിട്ടത്തില്ല, അങ്ങനെ 4, 5, 8 വർഷം നിൽക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഏതായാലും ഇവിടെ വന്നത് പൈസ ഉണ്ടാക്കാനാണ്. മിനിമം ടൈമിൽ മാക്സിമം പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അത് ഏറ്റവും നല്ല മാർഗ്ഗത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്. നമ്മൾ അവിടുന്ന് ആദ്യം കയറിയ കമ്പനി ചിലപ്പം ചെറുതായിരിക്കും, ആ കമ്പനി നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ടാർഗറ്റ് ഇടുക, 1 വർഷം കഴിഞ്ഞ് ഞാൻ അടുത്ത കമ്പനിയിൽ പോകും. ആ 1 വർഷത്തിൽ നിങ്ങൾ നോക്കുക നല്ലൊരു കമ്പനിയിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വേണ്ടത്, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ. 1 വർഷത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, കാരണം ഇവിടുത്തെ സെയിൽസിന് ഏറ്റവും ഒരു മിനിമം റിക്വയർമെൻറ്റ് അതെല്ലാം എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം 1 വർഷം കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ വാല്യൂ എന്നാന്ന്. നമ്മുടെ റെസ്യൂം വേറൊരു കമ്പനി ചെന്നാൽ അവർ നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പേയ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പലരെയും കാണുന്ന പോലെ ഒരു 90% ആൾക്കാർ ഇവിടെ വന്ന് ഫസ്റ്റ് ജോബിൽ തന്നെ അവിടെ കിടന്ന് അവിടെ ഇരുന്ന് അവർക്ക് ഒരു ജമ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് മാറും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമുക്ക് പുതിയ പുതിയ കോഴ്സുകൾ, പുതിയ അപ്ഡേഷന് നല്ലതായിട്ട് വായിക്കുക, അങ്ങനെ മുന്നോട്ട് നല്ലതായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു പാഷൻ എപ്പോഴും നമ്മൾ നിലനിർത്തുക. ഓക്കെ. പിന്നെ അടുത്ത ചോദിക്കാനുള്ള, ചിലരിപ്പം പഠിച്ചു കഴിഞ്ഞ് ചിലർ ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് അവിടെ ജോലിയുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ ഏത് കൺട്രിയിലാണ് പഠിച്ചത് അവിടെ നമ്മളൊരു ജോലിയുടെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വേണം വരാൻ, അതോ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ കയറി വരണം? അതിനകത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 4.5 വർഷം മുന്നേ ഞാനൊരു ക്ലൈൻറ്റിന് ആൾക്ക് ഇവിടെ ഞങ്ങൾ ആ കമ്പനിയുടെ പേറോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ എല്ലാവർക്കും നമ്മളാണ് അക്കൗണ്ട് ഓപ്പണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൈൻറ്റിനെ ഞാൻ ഓർക്കാൻ കഴിഞ്ഞ വെച്ചാൽ 4 വർഷം മുന്നേ ആൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഈ 4 വർഷം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, വിളിക്കാറെല്ലാം ഉണ്ട്. അപ്പോൾ ഈ 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എനിക്ക് വേറൊരാളെ റെഫർ ചെയ്ത് തന്നു. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഞാൻ അന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ആളുടെ സാലറി നോർമൽ സാലറി, അതായത് 5,000 സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ഈ 4 വർഷം കഴിഞ്ഞ് ആൾ വേറൊരു കാര്യത്തിന് എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ സാലറി ഇപ്പോൾ 25,000 ആയെന്ന് പറയും. ദാറ്റ് മീൻസ് ഒരു 4 വർഷം കൊണ്ട് ഒരാളുടെ 5 മൾട്ടിപ്പിൾസ് ഓഫ് 5x ആകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും ആ കമ്പനിയിൽ 1 വർഷം നിന്നു, ആ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലോട്ട് മാറി, അതിനടുത്ത കമ്പനിയിലോട്ട് മാറി. ഇതിപ്പോൾ 4ാമത്തെ കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ. ആ 4ാമത്തെ കമ്പനി ചുമ്മാ ജമ്പ് ചെയ്യുമ്പോൾ സാലറി കൂട്ടി കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 4 വർഷം ശരിക്കും ആൾ സ്ട്രഗിൾ ചെയ്തു. അയാൾക്ക് മനസ്സിലായി ആ സിവിൽ എഞ്ചിനീയറിംഗ് കൂടെ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചു, അപ്ഡേഷനായി. ഇപ്പം അദ്ദേഹം മാനേജറായിട്ട് ഇപ്പം ആ ഒരു നല്ലൊരു കമ്പനിയിൽ ഇരിക്കുക. അത് ഒന്ന് ഞാൻ പറഞ്ഞ ചോദിച്ചതിൻ്റെ ഉത്തരവായിട്ട് പറയാനുള്ള, ഈ ആൾ എനിക്ക് വേറൊരു ആളെ റെഫർ ചെയ്തു. അപ്പം ഞാൻ ആളുടെ അക്കൗണ്ട് ഓപ്പണിങ് ഞങ്ങളാണ് ചെയ്തത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഇദ്ദേഹമായിട്ട് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയായിരുന്നു, ഈ പുതിയതായിട്ട് ഞാനിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആൾ ഈ പറഞ്ഞ ആളുടെ സീനിയറായിട്ട് അതേ കോളേജിൽ പഠിച്ച ആളാണ്, അതായത് 2 വർഷം സീനിയറായിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ അന്ന് ആൾക്ക് ഇവിടെ ഒരു ഓഫർ വന്നപ്പോൾ, ഇതേ കമ്പനിയിൽ ഓഫർ വന്നപ്പം ആൾ വന്നില്ല. അവിടെ നാട്ടിൽ നിന്നിട്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ആയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 4.5 വർഷം കഴിഞ്ഞിട്ട്
ഇപ്പം 4 അദ്ദേഹത്തിന് 2 വർഷം മുന്നേ, അപ്പം 4 വർഷവും പ്ലസ് ഒരു 2 ഇയേഴ്സ്, ഒരു 6 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴും ഞാനിപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സാലറി 5,000. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കമ്പനി, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഞാൻ കണ്ട സാലറി 5,000. ദാറ്റ് മീൻസ് 4 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജൂനിയർ 25,000 ആയപ്പം ഇപ്പോൾ വന്ന ആൾക്ക് കിട്ടുന്ന സാലറി 5,000. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ വരണോ, അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വരണോ എന്നുള്ളതിൻ്റെ ഒരു ആൻസറായിട്ട് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഒരു 2 മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഞാനതാ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറൊന്നും കളയുന്നില്ലല്ലോ. 2 മാസം ഇവിടെ നിന്ന് വിസിറ്റ് വന്നിട്ട് നിങ്ങളിവിടെ ട്രൈ ചെയ്യുക, കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല സാലറി ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഗ്രോ ചെയ്യും. ഇവിടെ നിന്ന് ഗ്രോ ചെയ്യുമ്പോൾ പ്രശ്നം ഇവിടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷം ഇവിടുത്തെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുക. എപ്പോഴും യു എയിലുള്ള എക്സ്പീരിയൻസിന് നല്ലൊരു വാല്യൂ ഉണ്ട്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ വാല്യൂ ചെയ്യുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ്. പിന്നെ നാട്ടിലെ എക്സ്പീരിയൻസ് വാല്യൂ ഇല്ലെന്നല്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ സാലറി ഹൈക്ക് കിട്ടാനാണെങ്കിലും ഒരു പൊസിഷൻ കയറ്റി കിട്ടാനാണെങ്കിലും എപ്പോഴും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള എത്രയും ഉണ്ട് അതാണ് ഏറ്റവും നല്ല. അപ്പോൾ എത്രയും നേരത്തെ വരുവാണ് അത് നല്ലതെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പം എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വരിക, വന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. ട്രൈ ചെയ്യുമ്പം ഗുണം എന്നാന്ന് വെച്ചാൽ ഈ ഒരു 2 months അല്ല 3 months ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ നിങ്ങളുടെ ഫീൽഡിലെ സ്കോപ്പ് എന്തുവാ, ഇപ്പം നിങ്ങൾക്ക് കയറാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ പഠിച്ചിട്ട് ഇവിടെ വരണോ, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിൽക്കണം. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യവും ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇപ്പോൾ തോന്നുക ഏതെങ്കിലും ഒരെണ്ണം കയറിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമ്മുടെ ചോയ്സ്. ഞാൻ പറഞ്ഞത് നിങ്ങളത് വെറുതെ കളയരുത്. നിങ്ങളിപ്പം ചെല്ലാണെങ്കിൽ നാട്ടിൽ 5 വർഷം ഒക്കെ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടും വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അതിന് പകരം പഠിച്ചു കഴിഞ്ഞ് ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ മറ്റു പ്രത്യേകം കാര്യം പറയുന്നത്, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് 2 മാസം 3 മാസം സ്പെയർ ചെയ്യാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇവിടെ നിന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യും. നമുക്കിവിടെ വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഒന്നുകിൽ നമ്മൾ കരിയർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ, ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് നല്ലതായിട്ട് ബിൽഡ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പം ഇതിലേതാണോ നമുക്ക് ഈ ഒരു കമ്പനി ഓഫർ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ കയറുക. 1 വർഷം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കരിയറാണോ. നമുക്ക് വേറൊരു ഈ പറഞ്ഞ ആളുടെ എക്സാമ്പിൾ പോലെ ഇപ്പം നല്ലൊരു റെമ്യൂണറേഷൻ വേറൊരു അടുത്ത കമ്പനി തരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് ജമ്പ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. സോ ഇറ്റ്സ് അപ് ടു അസ്. നമ്മുടെ റിസ്ക് എടുക്കാനുള്ളൊരു കേപ്പബിലിറ്റി, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം അനുസരിച്ചിരിക്കും. പെട്ടെന്ന് വരണോ അതോ നമ്മൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരണോ, ഇതെല്ലാം നമ്മുടെ ആ ഒരു വിൽ പവറിനെ ആശ്രയിച്ചു. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് നാട്ടിൽ നിൽക്കുന്നതാണോ യു എയിലോട്ട് വരുന്നതാണോ നല്ലത്? നാട്ടിൽ ഒരാൾ ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണോ യു എ വരുന്നതാണ് നല്ലത്? കാരണം യു എ വന്നു കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ നല്ലതും അല്ലാത്തതും എല്ലാം പറയുന്നുണ്ട്. പർച്ചേസിന് ഇത്രയും വർഷത്തെ ഒരു ഇതനുസരിച്ച് ഇവിടെ വന്നതാണോ നല്ലത്, അല്ലെ ഇവിടെ ഇപ്പം വളരെ യങ്സ്റ്റേഴ്സ് ഒത്തിരി പേര് നാട്ടിൽ തന്നെ ഓരോന്നൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരണം, അതായത് ക്വാളിഫൈഡ് ആണെങ്കിൽ വരണം, വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഇവിടെ ബിൽഡ് ചെയ്യുക, അതാണോ നല്ലത്? അതോ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് കൊണ്ടുപോയാൽ മതിയോ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആപേക്ഷികമാണ്. ഓരോരുത്തരുടെ എന്താ പറയുക, ഓരോരുത്തരുടെ ഒരു ഇഷ്ടം പോലെ ഇരിക്കും. ഇപ്പം ഞാൻ പറയില്ലേ, ഞാനിങ്ങളൊരു 15 വർഷമായിട്ട് ഈ പേഴ്സണൽ ബാങ്ക് അഡ്വൈസർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പല ക്ലയൻസിനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ട് പെട്ടെന്നൊരു 15 മിനിറ്റ് കൊണ്ട് പോരുമല്ല. ആ ക്ലയൻറ്റിൻ്റെ പല ലൈഫ്, അവരെന്തിനാണ്, എന്തൊക്കെ വേണ്ട, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ അവരുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു 1 മണിക്കൂർ 2 മണിക്കൂർ പല പ്രാവശ്യം അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ ലൈഫാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഇത്രയും ലൈഫാണ് നമ്മൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് നമ്മളൊരു 8 to 10 കസ്റ്റമേഴ്സിനെ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ലാസ്റ്റ് ഒരു 14-15 ഇയേഴ്സ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ആൾക്കാരെയാണ് കാണും നമ്മൾ. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം ചില ഡോക്ടേഴ്സ് ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലിൽ മലയാളി ഡോക്ടേഴ്സ് എസ്പെഷ്യലി അവർ നാട്ടിൽ നിന്ന് ചിലപ്പം ലീവ് എടുത്തിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ, നാട്ടിലിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു നല്ലൊരു ഒരു കാർഡിയോളജിസ്റ്റിന് നമ്മൾ കൊടുത്ത്, ഞാൻ പ്രത്യേകിച്ച് ആളെ ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ ആളുടെ നമ്മൾ ഡീൽ ചെയ്തപ്പോഴും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും എല്ലാ ആൾ പറയുന്നുണ്ട്
ഞാൻ 4 വർഷം ഇവിടെ നിൽക്കത്തുള്ളൂ. 4 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നാട്ടിലൊരു ആ സമയത്ത് ഒരു 2 crores ഒരു വില്ല ആളെടുത്തു നാട്ടിൽ. അപ്പോൾ ആ ഒരു 4 വർഷം കൊണ്ട് അത് ലോൺ കംപ്ലീറ്റ് റീപേ ചെയ്ത് ചെയ്യണം. തീർക്കാൻ വേണ്ടി. കാരണം നാട്ടിലാണെങ്കിൽ 20 years നമ്മൾ ലോൺ ഉണ്ട്, SBI അടുത്ത് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 years നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ സാലറി എത്രയോ മൾട്ടിപ്പിളാണ് സാലറി കിട്ടുന്നത്. ഞാൻ സാലറി എമൗണ്ട് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ആ സാലറിയിൽ ഇവിടെ വന്ന് ആൾ 4 വർഷം വർക്ക് ചെയ്തു. എക്സാക്ട്ലി 4 വർഷം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തീർത്തു. അത് ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. ദാറ്റ് മീൻസ് ഇങ്ങനെ ആൾക്കാരുണ്ട്. അവരവരുടെ ഒരു സെറ്റ് ഓഫ് ഗോൾസ് മാത്രം തീർത്ത് നാട്ടിൽ പോയി സുഖമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരാൾ. ഞാൻ ഇപ്പം നാട്ടിൽ ജീവിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പല സൗകര്യങ്ങളും ഇവിടെ കിട്ടാറില്ല, ഇവിടുത്തെ പല സൗകര്യങ്ങളും നാട്ടിൽ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പലർക്കും ഇവിടെ വരുമ്പം, ഇവിടെ 2 മാസം 3 മാസം വരുമ്പം ഇവിടുത്തെ സാഹചര്യം മനസ്സിലാവും. ദെൻ യു ക്യാൻ ഡിസൈഡ് ഇവിടുത്തെ ഒരു സുഖത്തിൽ, ഇവിടുത്തെ സൗകര്യത്തിലൊക്കെ ജീവിക്കണോ അതോ നാട്ടിൽ അവരുടെ ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ തിരിച്ചു പോകുന്ന 1 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും. അപ്പം നാട്ടിലെ പല ഇവൻറ്റ്സ് നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മാരേജ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, പല ഫംഗ്ഷൻസ് നമുക്ക് മിസ് ചെയ്യും. അങ്ങനെ മിസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവ അല്ല, നാട്ടിലോട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളവരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ ഡിസൈഡ് ചെയ്യും. ഇവിടെ വന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് ലൈഫിൽ റിസ്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 30 years കരിയറിൽ നിങ്ങൾ ഒരു 3 മാസം നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കുക UAE. അല്ല ഞാൻ UAE മാത്രമല്ല കേട്ടോ, ഞാൻ ആരെയും പ്രവാസിയാണോ എന്ന് എൻകറേജ് ചെയ്യുമൊന്നുമല്ല. പലരും ഇങ്ങോട്ട് വരുന്നവരുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്, അവരോടാണ് ഞാനീ പറയാം. അല്ലാതെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹമില്ലാത്ത ഒരാളെ ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉറപ്പായിട്ടും വരിക. നിങ്ങളുടെ ഒരു യങ് ഏജ് വരാൻ പറ്റിയെങ്കിൽ വരിക. പിന്നെ ഞാൻ ഈ ഒരു അഡീഷണലായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ചിലർ ചോദിക്കാറുണ്ട് എപ്പോൾ വരുന്നതാണ് നല്ലത്, ഏത് പ്രായത്തിൽ വരുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പ്രായം എന്നുള്ളതില്ല. നിങ്ങൾക്ക് അവസരം ഉള്ളപ്പം അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രായം, ഏറ്റവും ബെസ്റ്റ് സമയം. അല്ല നിങ്ങൾക്ക് 40 വയസ്സിലാണ് വരാൻ പറ്റുന്നെങ്കിൽ പിന്നെയും പുറകോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 40 വയസ്സ് നിങ്ങൾ വരാൻ പറ്റുന്നുണ്ട്, അതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം. 40 വയസ്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ജോലി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ 3 മാസത്തെ റിസ്ക് എടുക്കാനല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ആ റിസ്ക് എടുക്കുക, നോക്കുക, തിരിച്ചു പോവുക. അല്ല ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ എന്തുമാത്രം മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുമോ അത്രയും മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. കാരണം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഇതിനകത്ത് പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുക. അപ്പം കൂടാതെ ഇതുപോലുള്ള ഈ UAE റിലേറ്റഡ് ആയിട്ടുള്ള ജോലി അല്ല ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഇതുപോലൊരു വീഡിയോ ഞങ്ങൾ എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.